ഹലോ ക്യൂട്ടീസ് ആൻഡ് ബ്യൂട്ടീസ്, എല്ലാവർക്കും എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അല്ല, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ടൊക്കെ ഇരിക്കണില്ലേ? അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ പറഞ്ഞു. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ ആൻസർ വേണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ പേര്, ഏജ്, ക്ലാസ്, മാരീഡ് ആണോ, നിക്നെയിം, സ്റ്റഡീസ്, പ്ലേസ്. എൻ്റെ പേരെന്ന് വെച്ചാൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു പേരാണ്. ഷംന എന്നാണ് പേര്. നിങ്ങൾ അധികം കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ വയസ്സ് എനിക്കിപ്പോൾ 20 വയസ്സും 24 മാസമായി. സ്റ്റഡീസ് പറയുകയാണെങ്കിൽ ഞാനൊരു BSc ഗ്രാജുവേറ്റ് ആണ്. പിന്നെ മാരീഡ് ആണോ ചോദിച്ചാൽ മാരീഡ് അല്ല, ബട്ട് ഉടനെ മാരീഡ് ആവും. പ്ലേസ് മലപ്പുറം തിരൂരാണ്. തിരൂർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ തുഞ്ചൻ പറമ്പൊക്കെ ഉള്ള സ്ഥലം. അവിടെയാണ് എൻ്റെ വീട്. അവിടെയല്ല, അവിടെ കുറച്ച് ഇപ്പുറത്തെ കാരണം അവിടെയാണ് എൻ്റെ വീട്. ഇനി നിക്നെയിം എന്ന് പറഞ്ഞാൽ എന്നെ പൊന്നു എന്നാണ് എല്ലാവരും വിളിക്കാറ്. പക്ഷേ എൻ്റെ താത്താടെ കൂട്ടി എന്നെ പൊന്നാന്നാണ് വിളിക്കാറ്. ഇന്ന് പിന്നെ എൻ്റെ കയ്യിരിപ്പിനനുസരിച്ച് പേര് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കും. അങ്ങനെ വീട്ടിൽ ഞാൻ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, താത്തണ്ട്, താത്താക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന് 2 കുട്ടികളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഫേവറേറ്റ് സോങ് ആണ്. എനിക്കങ്ങനെ ഒരു ഒറ്റ ഫേവറേറ്റ് സോങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഫേവറേറ്റ്സ് കുറേ ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹോബീസ് ആണ്. ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. ഞാൻ എഴുതിയത് ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ ഇഷ്ടമാണ്. ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ വരക്കാൻ അറിയില്ലെങ്കിലും അറിയുന്ന വലിയ വലിയ ആർട്ടിസ്റ്റിനെ പോലെ വരക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. പാട്ട് പാടാൻ അറിയില്ല, പക്ഷെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ഹോബീസ് എനിക്ക്. പിന്നെ എസ്പെഷ്യലി എനിക്കുള്ളൊരു ഹോബി എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതൊക്കെ, അതൊക്കെ ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രീം പ്ലേസ് ടു ഗോ. പണ്ടൊരു മൂവി ഉണ്ടെന്ന് യൂറോപ്പ് പോകാൻ ഭയങ്കര ത്വരണ്ടായിരുന്നു. അത് പിന്നെ കൊറിയ, ജപ്പാൻ, ചൈന ഈ 3 സ്ഥലങ്ങളിലോട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അവിടുത്തെ സ്റ്റേഷനറി ഐറ്റംസിനോടുള്ളൊരു ക്രേസ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് കൈ നിറച്ച സാധനം വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് കറൻറ്റ് അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഡ്രീം പ്ലേസ് ടു ഗോ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ പാരീസിൽ ഈഫിൽ ടവറിൻ്റെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് ഒരു ചായ കുടിക്കണം എന്ന് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഡ്രീം പ്ലേസ്. പിന്നെ ഫേവറേറ്റ് ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട്, പണ്ട് ഞാനൊരു വാഷി ടാപ്പ് ഡിസ്പെൻസർ ചെയ്തിരുന്നു. അത് ശരിക്കും ഞാൻ എൻ്റെ മൈൻഡിൽ നിർത്ത് ഐഡിയ ഉണ്ടാക്കി ചെയ്തതായിരുന്നു. എന്നാലും പിൻട്രസ്റ്റിൽ അതിൻ്റെ സെയിം ഐഡിയാസ് ഉണ്ട്. അത് കാണുന്നതിന് മുന്നേ എനിക്കിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന സാധനം കൊണ്ട് ചെയ്തതായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ യുറേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ മൈൻഡിൽ എൻ്റെ ഐഡിയക്ക് കിട്ടിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ജേർണൽസും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ആരായിട്ടാണ് എൻ്റെ തോട്ട്സും സീക്രട്സും സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി എൻ്റെ ഉമ്മാനായിട്ട് തന്നെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ബിക്കോസ് ഉമ്മാൻ്റെ അടുത്ത് എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ആയിട്ടുള്ള അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്. ഓഫ് കോഴ്സ് എൻ്റെ SSLC റിസൾട്ട് വന്ന ദിവസം. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. കാരണം നാടും നാട്ടുകാരും വീടും വീട്ടുകാരും കുടുംബക്കാരും റിലേറ്റീവ്സും എല്ലാവരും ഇതിനു വേണ്ടി ഇങ്ങനെ ത്വര വന്ന് നിൽക്കണമല്ലോ. ആ ഒരു ടൈമിൽ ഒരു 10+ കിട്ടുക അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അത് മാത്രമല്ല, എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രൗഡായിട്ട് കണ്ടിട്ടുള്ള ഒരു മൊമെൻ്റ് അതായിരുന്നു. ഈ SSLC റിസൾട്ട് കഴിഞ്ഞ് ഫുൾ A+ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് അനുമോദന ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്രൗഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് മൊമെൻ്റ് ഉണ്ട്. ഒരുപാട് ഇതേ സെയിം ഹാപ്പിനെസ് കിട്ടിയ കുറേ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഫേവറേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ഡ്രീംസ് എന്തൊക്കെയാണ്. ഡ്രീംസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡ്രീംസ് ആണ്. ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അതുപോലെ നമ്മളെ പാരൻസിനെ പ്രൗഡ് ആക്കണം. അതൊക്കെ എനിക്കുണ്ട്. അത് കൂടാതെ എനിക്ക് ഡ്രീംസ് എന്ന് വെച്ചാൽ നല്ലൊരു റൂം വേണം. നല്ലൊരു റൂം എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം, ഒരു ബാൽക്കണി, പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും. എന്നിട്ട് ലൈഫിൽ ഓരോ ചെറിയ മൊമെൻറ്റ് പോലും നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡ്രീം. പിന്നെ അതുകൂടാതെ പണ്ടൊക്കെ എനിക്ക് ഡയറി മിൽക്കിൻ്റെ ആഡിൽ അഭിനയിക്കണം എന്നും അതുപോലെ സ്വന്തമായിട്ട് ഒരു കേക്ക് സ്റ്റുഡിയോ, ഒരു കഫേ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ്, കളർ, സോങ്, K-pop, സബ്ജക്റ്റ്. ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. എൻ്റെ മൂഡ് അനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫേവറേറ്റ് എന്ന് പറയാൻ ചോക്ലേറ്റ് ഇഷ്ടമാണ്. അത് ഫുഡാണോ? ഫുഡല്ലേ. ഷവർമ ഇഷ്ടമാണ്, ഷവായ ഇഷ്ടമാണ്, സൂപ്പ് ഇഷ്ടമാണ്, ബിരിയാണി ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എന്നാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഈ കുനാഫ, നെയ്യപ്പം, അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ബാക്കിയൊക്കെ ഏറെക്കുറെ ഇഷ്ടമാണ്. സ്പൈസി ആയിട്ടുള്ളതും അധികം ഇഷ്ടമല്ല. പിന്നെ ഫേവറേറ്റ് കളർ, അതും ഇതുപോലെ ഓരോ സാധനത്തിന് അനുയോജ്യമായിട്ടുള്ള കളർ ഏതാണോ അതാണ് എൻ്റെ ഫേവറേറ്റ് കളർ. ചിലപ്പോൾ പിങ്ക് ആവും, ചിലപ്പോൾ ബ്ലൂ ആവും, ചിലപ്പോൾ ഗ്രീൻ ആവും, ചിലപ്പോൾ വയലറ്റ് ആവും. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു കളർ ഏതാണെന്ന് വെച്ചാൽ അത് പിങ്കാണ്. യെസ്, അതാണ് ട്രൂത്ത്. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് പിങ്കിലേക്കാണ് പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പിങ്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ K-popൻ്റെ കാര്യം ചോദിച്ചാൽ ഞാനൊരു K-pop ഫാൻ അല്ല. BTS, BLACKPINK ഉണ്ടെന്നറിയാം. പിന്നെ വേറെ കുറച്ച് ഐഡൽസൊക്കെ ഉണ്ടെന്നറിയാം. അല്ലാതെ ഞാൻ അവരുടെ ഒരു ഫാനല്ല. പിന്നെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചില സബ്ജക്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ.
പ്രത്യേകിച്ച് ഈ മാത്സിൻ്റെ എക്സാമിനൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും. സംഭവം എനിക്കൊന്നും അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നമുക്കറിയോ അറിയില്ലേ ഇങ്ങനെ ചെയ്യാന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടാവും. അതുപോലെ മലയാളം എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫൺ ചൈൽഡ്ഹുഡ് മെമ്മറി. അങ്ങനെ പറയുമ്പോൾ ഒരു 10-15 വർഷം, 10-15 ഒരു 5-6 കൊല്ലമൊക്കെ പുറകിലോട്ട് പോയാൽ ഞാൻ +2 പഠിക്കുന്ന ടൈം. അന്ന് നല്ലൊരു മഴക്കാലം. കഴിഞ്ഞ ആഴ്ച വ്ളോഗിൽ കണ്ടില്ലേ എൻ്റെ കൂടെ ഒരാളും അവളും ഞാനും കൂടിയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പോകുന്നിരുന്നത്. മുന്നിലും ബാക്കിലൊക്കെ ഞങ്ങളെ ഗ്യാങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഞാനും അവളും കൂടിയേ പോവുക. അവളുടെ ബാഗിൽ ഉറപ്പായിട്ടും ബാഗ് ഉണ്ടാവും, അല്ല കുട ഉണ്ടാവും. എൻ്റെ ബാഗിലും കുട ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ കുട എടുത്തു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഓട്ടക്കുട. നമുക്ക് ബാഗിൽ കുട വേണമെന്നല്ലുള്ളൂ, അല്ലാതെ യൂസ് ചെയ്യണമെന്നില്ലല്ലോ. അങ്ങനെ ഓട്ടക്കുടയായിട്ട് ഞാനും അവളും ഇങ്ങനെ നടന്ന് പോയി. ഓട്ടക്കുട മാത്രമല്ല, ഇതിൻ്റെ കാലും ഇളകിയിരിക്കുകയാണ്. 2 കാറ്റടിച്ച ഈ സാധനം പുറകിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ആ കാറ്റും മഴയത്തും ഞങ്ങൾ ഈ ഓട്ടക്കുടയായിട്ട് ഇങ്ങനെ പോയി. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങളെ ഗ്യാങ്ങിലുള്ള 2 പേരുണ്ടായിരുന്നു, കുടയില്ലാത്ത 2 പേര്. ഒരു ഓടി രക്ഷപ്പെട്ട് ചറപറ ഓടി. ഇതിൻ്റെ പിറകിൽ ഞങ്ങളുടെ കയ്യിൽ കുട ഉണ്ടല്ലോ കരുതിയിട്ട് ഞങ്ങൾ പതുക്കെ വന്ന് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇവർക്കൊരു പ്രശ്നമില്ല. ഇവരെ നനഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു തുള്ളി മഴ അവരുടെ കൊണ്ടിട്ടില്ല. ഞാനും അവളും നനഞ്ഞാകെ പെരുമഴത്ത് ഇറങ്ങിയ കോഴികളെ പോലെ ആയിരുന്നു. അതും കുട ഉണ്ടായിട്ട്. എന്നിട്ട് അവസാനം ഓള് ബാഗിൽ നിന്ന് കുടയൊക്കെ എടുത്ത് നനഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി തിരിച്ചതിലേക്ക് വെച്ചു. അന്ന് സ്കൂൾ വിട്ടിട്ട് ആ സ്റ്റാൻഡ് വരെ ആ കാലം കൂടെയും പിടിച്ചിട്ട് ഞങ്ങൾ മഴത്തൊക്കെ നടന്നത് ഓർക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് ഗൈസ്. അതൊക്കെ ഒരു കാലം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചാനൽ ഞാൻ ഇൻസ്പയർ ആയി തുടങ്ങിയതാണോ? വൈ യു സ്റ്റാർട്ട് ദിസ് യൂട്യൂബ് ചാനൽ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിത് ഇൻസ്പയർ ആയി തുടങ്ങിയതല്ല. ഇൻസ്പയർ ആയി തുടങ്ങിയതാണ്, പക്ഷെ ഇൻസ്പയർ ആയി തുടങ്ങിയതല്ല. ഞാൻ യൂട്യൂബിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരാളായിരുന്നു. അതിൻ്റെ വക്കത്ത് പോലും എത്താൻ ഒരു ചാൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. എന്നെ യൂട്യൂബിലേക്ക് തള്ളി വിട്ടത് എൻ്റെ മമ്മിയാണ്. ഇമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നൊക്കെ അമ്മ അങ്ങനെ വെറുതെ പറയായിരുന്നു എന്നോട്, വ്ളോഗ് ചെയ്തുകൂടി ചാനൽ ഉണ്ടാക്കി കൂടെ എങ്ങനെയെന്നൊക്കെ. എല്ലാവരും ഈ വ്ളോഗൊക്കെ ചെയ്യണ കണ്ടിട്ട് അമ്മക്കൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി എന്തുകൊണ്ട് ചെയ്തു. അന്ന് ഞാൻ ഇൻസ്റ്റയിലൊക്കെ മ്യൂസിക് മാത്രം വെച്ചിട്ടായിരുന്നു റീൽസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വെറുതെ ഒരു ഓൺ വോയിസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓൺ വോയിസ് ഇട്ട് നോക്കി. പക്ഷേ അത് ആസ് യൂഷ്വൽ അവിടെ വർക്കൗട്ട് ആയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ചിരുന്നത് പിന്നെ യൂട്യൂബ് തുടങ്ങിയേക്കാൻ കരുതി. പിന്നെ ഉമ്മാൻ്റെ ഒടുക്കത്തെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും കാരണം ഞാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, ആരാവാനാണ് ഇഷ്ടം? ഫ്യൂച്ചറിൽ ആരാവാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ജോലിക്കൊന്നും പോവാതെ, അതായത് പുറത്തുള്ള ജോലിക്കൊന്നും പോവാതെ എന്നാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ലൈഫ് ജീവിക്കാനാണ് എനിക്കിഷ്ടം. നല്ലൊരു ഐഡിയ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട്സിനെ പറ്റിയിട്ടും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടും. എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നന്ദുവാണ്. നന്ദന, നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട അവൾ എൻ്റെ +1 +2 ഫ്രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ 8th മുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവൾ ജാടട്ടൊക്കെ നടന്നു. ബട്ട് അവളാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ വർഷയുണ്ട്, പിന്നെ ലാലു ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാമിലിയൊക്കെ ഫുൾ സപ്പോർട്ടാണ്? ഓഫ് കോഴ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങുന്നത്. ഉമ്മാക്കും ഉപ്പാക്കും താത്താക്കൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ അറിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സപ്പോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേസ് റിവീലിംഗ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഇല്ലേ ചോദിച്ചാൽ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാനുള്ള ത്വര കൊണ്ടാണ് ചോദിക്കണമെന്ന് വെച്ചാൽ അതിന് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു വഴി ഉണ്ടാക്കാം, കണ്ടാൽ പോരെ. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട യൂട്യൂബർ? ഓഫ് കോഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഒരു യൂട്യൂബർ എന്ന് മാത്രം പറയാൻ പറ്റൂല. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആർട്ട് ഗോസിപ്പ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അതിലുള്ള കുറേ വീഡിയോസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചില സാധനങ്ങളൊക്കെ പഠിച്ചിരുന്നത് പോലും. കുറേ ടിപ്സും ട്രിക്സൊക്കെ അതിലാണ് നോക്കിയിരുന്നത്. ആൻഡ് അതൊരു റിലാക്സിങ് വീഡിയോ ആയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നത്. കാരണം എപ്പോഴും എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഈ ആർട്ട് ഗോസിപ്പിൻ്റെ ചാനലിലുള്ള കുറച്ച് വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഉള്ളത് നിനുഷാജി ഉണ്ട്, കടൽ ക്ലൗഡ് ഉണ്ട്, സഫ വിത്ത് പെൻ ഉണ്ട്. ക്രാഫ്റ്റ് അല്ലാത്ത മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കരിക്കുണ്ട്, ജിസ്മാൻ വിമൽ ഉണ്ട്. കുറേ പേരുടെ യൂട്യൂബേഴ്സിൻ്റെ ഫാനാണ് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിക്കാലത്ത് ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു? കാരണം എൻ്റെ ഉമ്മ ഒരു ഫാഷൻ ഡിസൈനറായിരുന്നു. കൂടാതെ ഒരു അടിപൊളി തയ്യൽക്കാരിയാണ്, ഫാഷൻ ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനിങ് ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ കുറേ സാധനങ്ങളും സപ്ലൈസൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമ്മളങ്ങനെ നോക്കാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ബ്രഷും പെയിൻറ്റും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉമ്മാൻ്റെ നിന്നാണ് തുടങ്ങിയത്. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ചെയ്യാനുള്ള സാധനം കൂടെ കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റാൻഡം ടൈം സെലക്ട് ചെയ്യാൻ കാരണം? ഷോർട്സും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ടൈമാണ് ചോദിച്ചെങ്കിൽ ഞാൻ റാൻഡം ടൈമിലല്ല അപ്ലോഡ് ചെയ്യാറ്. അത് ചില ടൈമിൽ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണതാണ്. എനിക്കൊരു ഫിക്സഡ് ടൈമുണ്ട്, പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണതാണ്, റാൻഡം ടൈമല്ല. അടുത്തത്, ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം?
ഇഷ്ടമുള്ള കാര്യം ചോദിച്ചാൽ അതും മൂഡിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാനോ ഇഷ്ടം, ചിലപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനോ ഇഷ്ടം, ചിലപ്പോൾ ജേണൽ ചെയ്യാനോ ഇഷ്ടം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരിക്കാനോ ഇഷ്ടം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഫോണിൽ കിടന്ന് തോണ്ടാനായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും, കഥയോ കവിതയോ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ റൂം നന്നാക്കാനായിരിക്കും ഇഷ്ടം, പിന്നെ വാൾ ഡെക്കോർ ചെയ്യാനായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിൻറ്റഡ് ഷീറ്റിലുള്ള സ്റ്റിക്കേഴ്സ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് സബ്സ്ക്രൈബർ ഓർ കമൻറ്റർ മെൻഷൻ ഇൻ ദി വീഡിയോ. ഫേവറേറ്റ് സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാൻ അവരവിടെ മെൻഷൻ ചെയ്യാം. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വലിയ ടൈമൊന്നും ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് നോട്ടപ്പുള്ളികളുണ്ടാവുമല്ലോ, അവരൊക്കെ ഒരുപാടുണ്ട്. അവരിൽ ചിലവരാണ് കടൽ പാലറ്റ്, ലിഹ, അതുപോലെ കല്യാണി പാപ്പു, വൈക്ക, രാഖേന്ദു, സഫ്നാൻ, കുറേ പേരുണ്ട്. കുറച്ച് പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാപ്പി ആൻഡ് സാഡ് മൊമെൻറ്റ്സ്. ഹാപ്പി മൊമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സാഡ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ സാഡ് മൊമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്ക് അധികം ഓർമ്മയില്ല. ഞാനതൊക്കെ അപ്പം തന്നെ എഴുതി വെച്ചിട്ട് മറക്കും. സാഡ് മൊമെൻറ്റ് ഉണ്ടായി ഞാൻ അപ്പോൾ പോയി എഴുതും. ആ എഴുതി കഴിഞ്ഞാൽ തന്നെ എനിക്ക് മറക്കും. പിന്നെ എനിക്കത് പിന്നെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എനിക്കിന് ക്രിഞ്ചടിക്കും, ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ സാഡായെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് സാഡ് മൊമെൻറ്റ്സ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് ഗോൾസ് ആണ്. ലൈഫ് ഗോൾസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രീംസും ആ ലൈഫ് ഗോളിൽ പെടും. പിന്നെ ലൈഫ് ഗോൾസ് ഞാൻ നമ്മുടെ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോറിറ്റ നെയിം എവിടെ നിന്ന് കിട്ടി? അതൊരു വലിയ കഥയാണ്. വലിയ കഥയല്ല, ചെറിയ കഥയാണ്. പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയ ടൈമിൽ ഒരു പേരും ഒരു ലോഗോയും വേണമല്ലോ. അങ്ങനെ ഞാൻ കുറേ തപ്പിയിരുന്നപ്പോൾ ഈ പിൻട്രസ്റ്റിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേര് കണ്ടു, ഫ്ലോറിഡ. അപ്പോൾ അതിന് ഞാൻ വെറുതെ ഫ്ലോറിറ്റ എന്നിങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി, ഫ്ലോറിറ്റ. എന്നിട്ട് ഞാൻ ആ ഗൂഗിളിൽ ചെന്നിട്ട് ഫ്ലോറിറ്റ നെയിം ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഫ്ലോറിറ്റ എന്ന് പറഞ്ഞ പേര് സെറ്റാക്കിയത്. പിന്നെ അതിൻ്റെ ലോഗോയും ഞാൻ തന്നെ ഉണ്ടാക്കി, അങ്ങനെ കിട്ടിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ചാനലിൽ അല്ലെങ്കിൽ ഈ ടെക് വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് എൻ്റെ ABCD എനിക്ക് എങ്ങനെയാണ് പബ്ലിഷ് ആക്കാമെന്നോ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നോ എപ്പോൾ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടന്നത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഷിജു പി എബ്രഹാം, പിന്നെ വേറെ കുറച്ച് ചാനൽസൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോസ് എപ്പോഴാണ് എടുക്കുക എന്നുള്ളത്. വീഡിയോസ് മോർണിംഗ് എടുത്താൽ നല്ല ലൈറ്റിംഗ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ് കേൾക്കാം. പക്ഷേ ഞാൻ നിൽക്കുന്ന UAE എൻ്റെ വീട്ടിൽ തീരെ ലൈറ്റില്ല എന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ തീരെ ലൈറ്റില്ല. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ നേരത്തെ ഡ്രീംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിലൊരു റൂം, നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം എന്ന് പറഞ്ഞല്ലോ. ആ റൂമിൽ അത്യാവശ്യം സൺലൈറ്റും വേണം. അതായത് അകത്തുള്ള ബൾബിൻ്റെ ലൈറ്റ് അല്ലാതെ പുറത്തുനിന്ന് സൺലൈറ്റ് അടിച്ച് കയറി വരണം. അതാണ് എൻ്റെ ഒരു ഡ്രീം. അപ്പോൾ ഇനി ഇത് പറയാം. സൺലൈറ്റ് അവിടെ അത്യാവശ്യം കുറവാണ്, ഈ ഹാളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴാണോ ലൈറ്റ് കിട്ടുന്നത് അപ്പോഴാണ് വീഡിയോ എടുക്കാറ്. ഇവിടെ വന്നപ്പോഴും രാവിലെ എടുക്കാറുണ്ട്. പിന്നെ ലൈറ്റ് എപ്പോഴൊക്കെ വരണോ അപ്പോഴൊക്കെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കും. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ഇൻസ്റ്റ ഓഫ് കോഴ്സ് ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റഗ്രാം ID ഇത് തന്നെയാണ്, florita_._. അതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എന്താണ്? ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ അങ്ങനെ വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള ആളൊന്നുമല്ലല്ലോ. ഇത് എവിടെ എത്തും, എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ പറയാനുള്ളത്, നിങ്ങളെ മനസ്സിലാക്കി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. ഇവരൊന്നും കാത്തിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും മടി വിചാരിച്ചിട്ടോ ഒന്നും ചെയ്യാതിരിക്കരുത്. ചെയ്യുക. സോറി, വിഷയം മാറിപ്പോയി. അത്രേ ഉള്ളൂ. റിസൾട്ടൊന്നും നമ്മൾ നോക്കരുത്, പക്ഷെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.